പണ്ട് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ഒരു മഹാ ഉത്സവമായിരുന്നു മാമാങ്കം എന്ന് പറയുന്നത്. അതായത് മാമാങ്കം നടന്നിരുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ്. അതായത് നമ്മുടെ മഹാകുംഭമേളയൊക്കെ നടക്കുന്ന തിരുനാവായയിൽ. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള സ്മാരകങ്ങൾ, മാമാങ്കത്തിനോടായിട്ടുള്ള അനുബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള സ്മാരകങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് വരും. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് മാമാങ്കത്തിൻ്റെ സ്മാരകമായ മണിക്കിണർ, അതായത് എൻ്റെ തൊട്ട് പിന്നാലെ കാണുന്ന മണിക്കിണറിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതൊരു ഐതിഹ്യമുണ്ട്. അതായത് മാമാങ്കത്തിൻ്റെ സ്മാരകം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടാകും. അപ്പോൾ മാമാങ്കത്തിൽ മരണപ്പെട്ട വള്ളുവനാട്ടിലെ ചാകരുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്നറിയപ്പെടുന്നു. കൂടാതെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുമായിരുന്നു എന്നും ഒരു ഐതിഹ്യമുണ്ട്. അത് നമുക്കിതിൻ്റെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്തായിട്ട് ഐതിഹ്യത്തിൻ്റെ ചെറിയൊരു കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് വെച്ചൊരു ഐതിഹ്യത്തിൻ്റെ ചെറിയൊരു ബാനർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വരും ഇങ്ങോട്ട്. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവർ തന്നെ പറയുന്നുണ്ട് സന്ദർശിക്കേണ്ട മറ്റു മാമാങ്ക സ്മാരകങ്ങൾ നിലപാടുതറ, മരുന്നറ, പഴുക്കാമണ്ഡലം, ചങ്ങമ്പള്ളിക്കളരി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അവിടേക്കൊക്കെ പോകാം. തൊട്ട് ഫ്രണ്ടിലായിട്ട് മെയിൻ റോഡാട്ടോ. നിലപാടുതറയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ ചെറിയ ഒരു പോസ്റ്ററൊക്കെ ഉണ്ട്. അതായത് മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായ രാജാവ് എഴുന്നള്ളി വാളും പിടിച്ച് നിന്നിരുന്ന നിലപാട് തറയാണിത്. നല്ല രസമാട്ടോ കാണാൻ. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പണി പെട്ടു. ഇവിടേക്ക് നിലപാട് തറ. കുറച്ച് അതിനെക്കുറിച്ച് ഇപ്പോൾ അറിയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്ററിൽ, ചെറുതല്ല അത്യാവശ്യം വലിയൊരു പോസ്റ്ററിൽ ഇതിനെക്കുറിച്ച് നന്നായി പരിപാലിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. ആണോ? ഇത് നമ്മുടെ മണിക്കിണറിൻ്റെ അവിടെ നിന്ന് ഒരു 200 മീറ്റർ മാക്സിമം നോക്കുക, അത്ര ദൂരത്തേ ഉള്ളൂ. പക്ഷേ കണ്ടുപിടിക്കാനാണ് ജസ്റ്റ് അവർ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, വഴിയൊക്കെ കാണിക്കാൻ വേണ്ടി. പക്ഷേ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി. പക്ഷെ എന്നാലും നമ്മുടെ എത്തിപ്പെട്ടു കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ നന്ന അടിപൊളിയാണ്. കാരണം മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായ രാജാവ് വാളും പിടിച്ച് നിന്നിരുന്ന സ്ഥലമാണ്. പിന്നെ കുറേ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഭയങ്കര ഒരു വൈബ് തന്നെ കേട്ടോ അവിടെ. പഴയ മാമാങ്കം നടന്ന എന്താ പറയുക. എന്തായാലും ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ മണിക്കിണറിൻ്റെ അവിടെ നിന്ന് അടുത്താണ്. അത് മലപ്പുറം വന്നു കഴിഞ്ഞ് തിരൂർ സൈഡ്, നമ്മുടെ തിരുനാവായ സൈഡ്, അത് മറക്കരുത് ഒരിക്കലും കേട്ടോ. കുറേ ഉണ്ട്. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് നടക്കാം. ഞാനിപ്പോൾ കണ്ടതാട്ടത് ഇരുട്ടിക്കല്ല്. അതായത് പണ്ട് റോഡറൊക്കെ വരുന്നേക്കാളും മുന്നേ നമ്മുടെ റോഡൊക്കെ ടാറിയ ഉപയോഗിച്ചതാണ്.
അതിൻ്റെ അവസ്ഥ അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, പോസ്റ്ററോ എന്തൊക്കെയോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടത് തന്നെ നന്നായി. ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല കേട്ടോ, ഞാൻ എന്തോ ഒരു കരിങ്കല്ല് വെച്ചോടെ തോന്നിയത്. പക്ഷേ ഇതും ഒരു നമ്മൾ സംരക്ഷിക്കേണ്ട സംഭവം തന്നെയാണ്. എന്തായാലും ഓക്കെ, നമുക്ക് അടുത്ത മരുന്നറയിലേക്ക് പോകാം. അപ്പം നമ്മളങ്ങനെ മരുന്നറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ മരുന്നുകളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരിതാണ്. അപ്പോൾ കുറച്ച് മുകളിലായിട്ടാട്ടോ കുറച്ച് പടികളൊക്കെ കയറാനുണ്ട്. എല്ലാം അടുത്തടുത്താണ്. മണിക്കിണറായി, പിന്നെ ഇപ്പോൾ നമ്മുടെ മരുന്നറ എല്ലാം അടുത്തടുത്ത്. അധികം ദൂരമൊന്നുമില്ല, 1 കിലോമീറ്റർ പോലും ഇല്ല. ഇപ്പം നമ്മൾ എത്തിക്കിട്ടണം. പണ്ടത്തെ ഒരു ആഹാ. ഇവിടെ മരുന്നറയെ കുറിച്ച് ചെറിയൊരു ഇത് എഴുതിയിട്ടുണ്ട്. മാമാങ്കവുമായി ബന്ധപ്പെട്ട വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന അറയാണെന്നും മാമാങ്കത്തിൽ പരിക്കേൽക്കുന്നവരുടെ ചികിത്സയ്ക്ക് മരുന്നുകൾ സൂക്ഷിച്ചിരുന്നതാണെന്നും രാജാവുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുക്കൾ സൂക്ഷിക്കാൻ നിർമ്മിച്ചതാണെന്നും അഭിപ്രായമുണ്ട്. ഇതാണ് മരുന്നറ. അപ്പോൾ നമുക്ക് അറയുടെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. ചെറിയൊരു പടിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല. താഴത്തൊക്കെ ഇവിടെ പോവാ. ഇതാണ് മരുന്നൊക്കെ വെച്ച അറ. ഇതൊരു കുറച്ചായിട്ട് നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. കാരണം നല്ല രസം കേട്ടോ, ഭയങ്കര രസം. കാരണം ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് ഈ വെളിച്ചമുണ്ടല്ലോ നേരെ ഉള്ളിലേക്ക് കയറുന്നുണ്ടേ. ഭയങ്കര രസം കേട്ടോ, അടിപൊളി. മരുന്നറ കണ്ടിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങുക കേട്ടോ. നല്ലൊരു അത്ഭുതം തന്നെ കേട്ടോ. കാണുന്നു പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാലും അടുത്ത അത്ഭുതത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ കാത്തിരിക്കാനും പറ്റില്ല. നോക്കട്ടെ അടുത്ത അത്ഭുതം എവിടെയാണ്. നമ്മൾ ചങ്ങമ്പള്ളി കളരിയിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം. ആ ഇതാണ് നമ്മുടെ സാക്ഷാൽ ചങ്ങമ്പള്ളി കളരി. അപ്പം ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇവിടെ. കളരി പടയാളികളുടെ ആയുധാഭ്യാസങ്ങൾക്ക് വേണ്ടിയും മാമാങ്കത്തിൽ പരിക്കേൽക്കുന്ന സാമൂതിരിയുടെ അംഗരക്ഷകരെ പരിചരിക്കുന്നതിന് വേണ്ടിയും സ്ഥാപിച്ചതാകാം 40 അടി കളരി. 40 അടി പറയുമ്പോൾ ഇതായിരിക്കും പടി. 1 2 3 4. ഭയങ്കര ഭംഗിയുടെ കാണാൻ ചങ്ങമ്പള്ളി കളരി. നമുക്കതിനൊന്ന് ചുറ്റൊന്ന് കറങ്ങാം. കാരണം ബാക്ക് സൈഡായിട്ട് നല്ല രസമാണ്.
നല്ലൊരു വൃത്തിയിൽ ഇവരിതിനെ നടത്തിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കാരണം ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കണ്ടില്ല ഗേറ്റും അതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് കണ്ടോ, ചുറ്റും മതിലുകളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കാരണം നന്നായി ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ശരിക്കൊരു നല്ല അത്ഭുതം. നമ്മുടെ ഒരു അമ്പലത്തിൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന പോലെ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ചുറ്റും മരങ്ങൾ, ഒരു ചൂട് പോലും അനുഭവപ്പെടുന്നില്ല. ഇരിക്കാനൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മുള, നല്ല രസമാണ്. ഏട്ടാ ഇതെന്താ ഏട്ടാ? കളരിത്തറ അല്ലേ? ഓഹോ, തൊട്ടിപ്പുറത്തൊരു കളരിത്തറയും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ചങ്ങമ്പുഴ കളരി. ചുറ്റുപാടും വൃക്ഷങ്ങളും. ഇവിടുത്തെ ചങ്ങമ്പള്ളി കളരിയും തറയും എല്ലാം കൂടി കണ്ടല്ലോ. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം പോകാൻ പറ്റിയില്ല, മണ്ഡപത്തിലേക്ക്. അത് അമ്പലത്തിനടുത്താണ്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ നന്നായി ഫ്രഷ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങോട്ട് പോകാതിരുന്നത്. പിന്നെ ഈ വീഡിയോ, അതായത് മാമാങ്കത്തെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരും, വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.